ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ എനിക്ക് കുറെ നേരിട്ട് വിവരങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ അതൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു പാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു സത്യത്തിൽ. കാരണം തലേന്ന് നിയമസഭാ മന്ദിരത്തിൽ താമസിച്ച ആളുകൾ അവരുടെ ഗൂഢാലോചന ഈ കേസിന്റെ ഈ സംഭവത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിലെ 120B ശരിക്ക് ചുമത്തേണ്ട ഒരു കേസാണിത്. ഒന്നോ രണ്ടോ ആളുകൾ ഒരു കുറ്റം ചെയ്യേണ്ട ഉദ്ദേശത്തിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് 120B. അത് നേരിട്ട് വേണ്ട, ഷെയറിംഗ് ഓഫ് തോട്ട്സ് മതി, ചിന്ത കൈമാറ്റം മതി, ആശയങ്ങൾ കൈമാറിയാൽ തന്നെ മതി. അന്ന് നിയമസഭാ മന്ദിരത്തിൽ പ്രതിപക്ഷ MLA-മാരെല്ലാം യോഗം ചേർന്നിരുന്നു, താമസിച്ചിരുന്നു. അവരാരെയും ഇതിൽ പ്രതിയായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസ് വിചാരണ കഴിഞ്ഞ് പ്രതികളെ വെറുതെ വിട്ടാലും ശിക്ഷിച്ചാലും ഈ കേസിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി രണ്ടാം ഘട്ടം വരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ 65B അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ള ഒരു വാദം ഉന്നയിച്ചതായി കാണാം. അത് വിചിത്രമാണ്. അത് പ്രതികളുടെ വാദത്തിന് തന്നെ എതിരാണ്. പ്രതികൾ സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും പറഞ്ഞൊരു വാദം എന്താണെന്ന് അറിയുമോ? ഈ ദൃശ്യങ്ങൾ നിയമസഭയുടെ ഔദ്യോഗിക ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. അത് നിയമസഭയുടെ ഒരു ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ആണെന്നാണ്. അപ്പൊ നിയമസഭയുടെ ഔദ്യോഗികമായ ദൃശ്യങ്ങളാണെങ്കിൽ അതിന് 65B സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, എന്ന് മാത്രമല്ല താങ്കൾക്ക് ആധികാരികമായിട്ട് അറിയായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമുള്ള ഒന്നിലധികം വിധികളിൽ സുപ്രീം കോടതി അക്കാര്യം സ്പഷ്ടീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാദവും നിലനിൽക്കുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തൊടുന്യായങ്ങൾ വരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഈ ന്യായങ്ങൾക്കൊന്നും യാതൊരു 65Bന്റെ ന്യായങ്ങൾ നിൽക്കുന്ന പ്രശ്നമേ ഈ കേസിൽ. പിന്നെ പറഞ്ഞല്ലോ, ബഹുമാന്യനായ ജോസഫ് സി മാത്യു പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ തികച്ചും യോജിക്കുകയാണ്. കാരണം ഈ വനിതകൾക്ക് ആക്രമിച്ചു എന്നൊക്കെ ഉള്ളതൊക്കെ അവന്മാരുടെ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ള കേസായിരുന്നു. കാരണം അവിടെ ആരാണ് അഗ്രസർ? നമ്മൾ ദൃശ്യം കാണുമ്പോൾ നമ്മളത് മുഴുവൻ വിശ്വസിക്കേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പരാതിക്കാരൻ ആരാണ്? ഒരു ജില്ലാ ജഡ്ജിയാണ്, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി. അദ്ദേഹം നമ്മൾ കാണുന്ന എന്താണ്? ഒരു പെട്ടെന്നൊരു രോഷത്തിന് ചെയ്ത കുറ്റകൃത്യമാണോ? നിയമസഭാ സ്പീക്കറുടെ മുമ്പിലുള്ള മൈക്കും കമ്പ്യൂട്ടറും ഡിസ്കും അടിച്ച് തച്ചു തകർക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു മൈതാനത്ത് കാണുന്ന കല്ലടിച്ച് പൊളിക്കുന്ന പോലെയല്ലേ ബഹുമാന്യനായ EP ജയരാജനൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്? അപ്പോ ഒരു പ്രതിഷേധം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ പരിമിതമായ അറിവ് വെച്ച് ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറയാം. പല സംഭവം കേരളത്തിൽ തന്നെ, കേരള നിയമസഭയിൽ തന്നെ ചെരിപ്പേര് നടന്നിട്ടുണ്ട്. അതെല്ലാം ഒരു രോഷത്തിന് ചെയ്തതായിരിക്കാം. ഇത് തലേന്ന് യോഗം ചേർന്നു. ആരാ യോഗം ചേർന്നത്? അവരെല്ലാം കോൺസ്പിറേറ്റേഴ്സ് ആണ്. ശരിക്കും CBI അന്വേഷിക്കേണ്ട കേസാണിത്. ശരിക്കും ഇന്നത്തെ പ്രതിപക്ഷം തന്നെ സുപ്രീം കോടതിയെ താങ്കളൊരു നല്ല ക്രിമിനൽ അഭിഭാഷകരാണ്, നല്ല നിയമബോധമുള്ള ആളാണ്. ഞാൻ അതെല്ലാ ബഹുമാനത്തോടെയും ഒരു കാര്യം പറയാം. ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനും അതിന് സാക്ഷിയാണ്. കാരണം ഏത്